ഇന്ന് ഒരു സ്പെഷ്യൽ ഐറ്റമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നേരെ വീഡിയോയിലേക്ക് കയറാം. നമുക്ക് ഇതിനായി വേണ്ടത് കുറച്ച് പുഴുങ്ങിയ ക്യാരറ്റാണ്. നല്ലോണം ബോയിൽ ചെയ്ത നല്ലോണം വെന്ത ക്യാരറ്റ്. വലുതാണെങ്കിൽ ഒന്ന് മതി, ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കുക. നല്ലോണം വേവണം. അത് ഉപ്പൊന്നും ഇടാതെ വേവിക്കുക. അങ്ങനെ നല്ലോണം വെന്ത ക്യാരറ്റ്. പിന്നെ വേണ്ടത് ചെറിയ ഒരു പീസ് പപ്പായ, ഒരു പഴുത്ത പപ്പായയുടെ ചെറിയ നല്ല ഒരു പീസ്. അത് തൊലി കളഞ്ഞ് നമുക്ക് സ്കിൻ റിമൂവ് ചെയ്ത് നമുക്ക് എടുക്കാം. അപ്പോൾ പപ്പായ കൂടരുത്, കൂടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് വളരെ വ്യത്യാസം വരും. അതുകൊണ്ട് പപ്പായ കൂടരുത്, വളരെ ചെറിയൊരു പീസ് നമുക്ക് എടുക്കാം. അതിനുശേഷം കുറച്ച് കാഷ്യൂ നട്ട്, അത് ഒരു ചെറിയ സ്പൂണിൽ, ഈ ഒരു സ്പൂണിൽ നമുക്ക് ഒരു 2 സ്പൂൺ, വളരെ ചെറിയ സ്പൂണാണ്, അതിൽ ഒരു 2 സ്പൂൺ കാഷ്യൂ നട്ട് നമുക്ക് ആവശ്യമായി വരും. അത് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് ഒരു സ്കൂപ്പ് വാനില ഐസ്ക്രീം, ഒറ്റ സ്കൂപ്പ്, സിംഗിൾ സ്കൂപ്പ് മതി. ഇനി അത് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, അത് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നമുക്ക് അത് ഒരു ജാറിലേക്ക് മാറ്റാം. അപ്പോൾ ഒരു സിംഗിൾ സ്കൂപ്പ് വാനില ഐസ്ക്രീം, അതിൻ്റെ കൂടെ നമുക്ക് എടുത്തു വെച്ച എല്ലാ സാധനങ്ങളും, കാഷ്യൂ നട്ട്, പിന്നെ പപ്പായ, ക്യാരറ്റ് എല്ലാം നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി ആണോ ആവശ്യം അതിനനുസരിച്ച് ഇൻഗ്രീഡിയൻസ് കൂട്ടിയിടാം. ഇതിപ്പോൾ ഇവിടെ ഒരു ഗ്ലാസ്സിന്, ഒരു ടംബ്ലർ, ഒരു ഗ്ലാസ്സിന് ആവശ്യമായതാണ് ഞാൻ എടുത്തത്. ഇനി നമുക്ക് ആവശ്യമായത് ഒരു സ്പൂണ് പഞ്ചസാര. നമുക്ക് ആവശ്യത്തിന്, അതായത് നിങ്ങളുടെ എങ്ങനെയാണോ ടേസ്റ്റ് അതിനനുസരിച്ച് പഞ്ചസാര എടുക്കുക. ഒരു സ്പൂണ് നമ്മുടെ ഇവിടുത്തെ കറക്റ്റ് ലെവലിൽ എടുത്തതാണ്. അതിനുശേഷം ലൂസ് പാല്, അതൊന്ന് അടിഞ്ഞ് കിട്ടാൻ വേണ്ടി കുറച്ച് ലൂസ് പാല്. കട്ടപ്പാൽ നമ്മൾ പിന്നീട് ആഡ് ചെയ്യണം. ഇപ്പം നമുക്ക് കുറച്ച് ലൂസ് പാൽ, അതൊന്ന് അടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം. ഇനി അത് നമുക്ക് നന്നായി ഒന്ന് അടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കട്ടപ്പാൽ, ഞങ്ങൾ നേരത്തെ പൊടിച്ച് പാക്കറ്റ് പൊട്ടിച്ച് പാത്രത്തിൽ ഇട്ട് വെച്ചതാണ്. അപ്പോൾ കട്ടപ്പാൽ ഒരു ഗ്ലാസ്സിന് വേണ്ടിയാണ് നമ്മൾ, ഒരു ടംബ്ലർ ഒരു ഗ്ലാസ്സിന് വേണ്ടിയാണ് നമ്മൾ അടിക്കുന്നത്. അതുകൊണ്ട് അതിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റി മതി. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ആഡ് ചെയ്യാം. പഞ്ചസാരയും അതുപോലെ ആഡ് ചെയ്താൽ മതി. അങ്ങനെ ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ല കുഴമ്പ് രൂപത്തിൽ, നന്നായി ഷെയ്ക്ക് രൂപത്തിൽ നന്നായിട്ട് അടിച്ചെടുക്കാം. നമുക്ക് ഇതിപ്പോൾ അടിച്ച് കിട്ടിയിട്ടുണ്ട്. നമുക്ക് നോക്കാം അത് എങ്ങനെയുണ്ടെന്ന്. ഇത് കണ്ടോ, ഇതുപോലെ നല്ല തിക്കായിട്ട് കിട്ടണം, എന്നാലേ നമുക്ക് അതിനൊരു ടേസ്റ്റ് ഉണ്ടാവും. ഓവർ വെള്ളം പോലെ, ജ്യൂസ് പോലെ ആയി പോകരുത്. ഇനി നമുക്കതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം, നമ്മുടെ സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. നല്ല വെറൈറ്റി ടേസ്റ്റാണ് ഇതിന്. നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ക്യാപിറ്റൽ ഷേക്ക് ഏകദേശം തയ്യാറായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ്, അതായത് കട്ട് ചെയ്ത ഡ്രൈ ഫ്രൂട്ട്സുകൾ, കാഷ്യൂ നട്ട്, കിസ്മിസ്, അതുപോലെ തന്നെ ബദാം, ഫിഗ്, കിവി, ഇത്രയും സാധനം ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എക്സ്ട്രാ നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇത്രയും സാധനം അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം. ഇത് കൂട്ടി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഞാൻ ചെറിയൊരു ഡെക്കറേഷന് വേണ്ടി എടുത്തതാണ്. നിങ്ങൾക്ക് എത്രയാണോ ക്വാണ്ടിറ്റി ആവശ്യം അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഡ്രൈ ഫ്രൂട്ട്സ് നന്നായി കഴിക്കുന്ന ആളാണെങ്കിൽ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഒരു വെറൈറ്റി ടേസ്റ്റാണ് ഇതിന്, നല്ലൊരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും, കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ഷെയ്ക്കാണ് നമ്മുടെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ ഈ ഷെയ്ക്ക്. നിങ്ങളത് തയ്യാറാക്കി നോക്കുക, എന്നിട്ട് വീട്ടിലുള്ളവർക്കും ഫ്രണ്ട്സിനും ഒക്കെ കൊടുക്കുക. അപ്പോൾ എല്ലാവരും നമ്മുടെ ക്യാപിറ്റൽ ഷെയ്ക്ക് ട്രൈ ചെയ്ത് നോക്കുക. ഷെയ്ക്കിനെ കുറിച്ചും വീഡിയോയെ കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നല്ല വെറൈറ്റി നാടൻ ഐറ്റംസ് ആയിട്ട്, വെജും നോൺ വെജുമായിട്ട് എല്ലാം ഒരുപാട് ഐറ്റംസ് ഉണ്ട്. എല്ലാമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും സീ യു.